4 വയസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളം പാട്ടുകളുടെ വരികൾ തിരിച്ചറിയുന്നതിനുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും നേടിയ ചൈത്രകലാ കേന്ദ്രയിലെ വിദ്യാർത്ഥി ശ്രിയാന് ചൈത്രം കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ലീന രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ CK രാജേന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. ചൈത്രം കലാകേന്ദ്രയുടെ MD എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന മക്കളെയാണ്. കൂടെ വന്ന് രക്ഷിതാക്കളെ വലുതായി ശ്രദ്ധിക്കാറില്ല. അവരെ കഴിവിനെ കണ്ടെത്തിയിട്ട് വളർത്തിയെടുക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നു. ഈ ശ്രിയ എന്ന് പറയുന്ന മോൻ ഈ ഇരിക്കുന്ന എല്ലാവരിലും ഉണ്ട്. അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരവരുടെ മക്കളുടെ കഴിവുകൾ കണ്ടെത്തേണ്ടത് അവരുടെ രക്ഷിതാക്കളാണ്. ഉന്നതിയിൽ നിൽക്കുന്നതുമായ നമ്മുടെ ശ്രിയാൻ മോനുള്ളൊരു അനുമോദന ചടങ്ങാണ്. അനുമോദന ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും കഴിവാണ് അവൻ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് 9 മിനിറ്റിനുള്ളിൽ 99 പാട്ടുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും നേടി വന്നിരിക്കുകയാണ്. അത് നമ്മുടെ ചൈത്രം കലാകേന്ദ്രയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാവരുടെയും അഭിമാനമായിട്ട് മാറിയ മോനാണ് ശ്രിയാൻ. സംഗീത അധ്യാപിക ശ്രീലത പൊന്നാടി അണിയിച്ചു. ചിത്രകലാ അധ്യാപകൻ അസീസ് ആശംസകൾ നേർന്നു സംസാരിച്ചു. കലാ ഹൃദയമുള്ള ഒരു മനുഷ്യൻ, അവൻ പൂർണ്ണനായ ഒരു മനുഷ്യനായിരിക്കും. അവനാണ് പൂർണ്ണനായ മനുഷ്യൻ. മറ്റുള്ള ജീവികളോടും ഈ പ്രകൃതിയോട് തന്നെ സഹതാപവും അതിനെ സ്നേഹിക്കാനുള്ള മനസ്സും കലാകാരന്മാർക്ക് പൂർണ്ണമായിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ കലാകാരന്മാരെ കാണുന്നത്, പണ്ട് മുതലേ കാണുന്നത്, കുറേ താടിയൊക്കെ വളർത്തി അല്ലേ, കുളിക്കുകയൊന്നും ചെയ്യാതെ ഒരു കണ്ണടയൊക്കെ വെച്ച് ഏതെങ്കിലും സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിത്രം വരയ്ക്കുന്ന ആളൊക്കെ അങ്ങനെയൊന്നും എന്തോ ഒരു സങ്കല്പം വന്നു. ചില ആൾക്കാർ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ എന്തെങ്കിലും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരായിട്ടാണ് കലാകാരന്മാരെ കണ്ടിരുന്നത്. പക്ഷെ കലാകാരൻ എന്ന് പറഞ്ഞാൽ അതല്ല. കലാകാരൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ കലയാണ്. കലാകാരൻ്റെ ലഹരി കലയാണ്. അപ്പം അങ്ങനെയുള്ളവനാണ് കലാകാരൻ. മറ്റതൊക്കെ ജാടയാണ്, കാട്ടിക്കൂട്ടലുകളാണ്. ഇപ്പോൾ ചെറിയ മക്കളിലെ കല എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു കാപട്യമില്ല. നമ്മളിപ്പോൾ ഞാനിവിടുന്ന് കുട്ടികളെ ചിത്രം വരപ്പിക്കുമ്പോൾ ചെറിയ മക്കളുണ്ട്, ചെറിയ മക്കൾ, അവരുടെ വരക്ക് എന്തോ ഒരു ഭംഗിയാണ്. കാരണം അതിലൊരു കാപട്യമില്ല.